പാദ്രെ എ ഫീലിയോ എ സ്പിരിത്തോ സാന്തോ ആമേൻ. കർത്താവ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ നമ്മൾ മാതാവിനെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ 24 മണിക്കൂർ നമ്മുടെ ഇടവകളിലൊക്കെ കൊണ്ടുവന്ന് വെക്കുമല്ലോ. ഒരിക്കൽ ലൂർദ് എന്നുള്ള മാതാവ് ഇങ്ങനെ വന്നിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഇന്ത്യ മുഴുവൻ ആ മാതാവ് ഇങ്ങനെ പോയിരുന്നു. ഇപ്പോൾ ഇത് ഒരു വിശുദ്ധ മിഖായലിൻ്റെ പ്രയർ ചെല്ലാനായിട്ട് ഞങ്ങളിവിടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വേറൊരു പള്ളിയിൽ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിൽ കുർബാനയും കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നു. 9:30 ആയിട്ടുണ്ട്. അപ്പം എന്നോട് ഇവർ രണ്ടുപേരാണ് എനിക്കിവിടെ ഇറ്റലിയിലുള്ള കൂട്ടുകാർ. എന്നോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ നമ്മുടെ റിക്വസ്റ്റ് എഴുതിയത് ഈ സെന്റ് മിക്കാലിൻ്റെ താഴെ ഇങ്ങനെ ഒരു ചെറിയൊരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് വെച്ച് പ്രാർത്ഥിക്കാറ്. അപ്പം എന്നെ അറിയിച്ചപ്പോൾ തന്നെ മെഞ്ഞാന്ന് വൈകുന്നേരം ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവർക്ക് നമ്മുടെ റിക്വസ്റ്റ് എഴുതി കൊടുത്തു. എൻ്റെ റിക്വസ്റ്റ് എൻ്റെ മകളുടെ ഹസ്ബൻഡ് കൺവേർഷനാണ്, പിന്നെ അവളുടെ വിവാഹം നടക്കണം, ഈ വക കാര്യങ്ങളാണ്. അപ്പം അത് ഞാൻ കൊടുത്തിരിക്കുന്നു. കൂടാണ്ട് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞങ്ങൾ ഒരു കുറച്ച് സമയം ഉച്ച വരെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മെയിനായിട്ടും എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. ഫ്രം മിറക്കിൾസ് ആൻഡ് ഹീലിങ്സിലെ ഗ്രൂപ്പില് നിങ്ങളുടെ ഈ വർഷം 2025 ഇന്ന് 1-ാം തീയതി ഫെബ്രുവരിയാണ്. 2025 നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ്. വിശുദ്ധ മിഖായേലിന്റെ പ്രാർത്ഥന നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാ ദിവസവും ഹെലൻ പീറ്റർ ഇട്ടിരുന്നാണ്. ഇപ്പോൾ ആരും ഇടുന്നില്ല. പക്ഷേ ഞാൻ വിശുദ്ധ മിഖായേലിന്റെ ഒരു ഡിവോട്ടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ വിശുദ്ധ മിഖായേലിന്റെ ഈ പടത്തിന്റെ മുൻപിൽ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ത്രിയേക ദൈവം കഴിഞ്ഞ പിന്നെ സ്വർഗത്തിലും ഭൂമിയിലും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് വിശുദ്ധ മിഖായേലാണ്. കാരണം പിന്നെ ലൂസിഫർ അവിടെ പിതാവായ ദൈവത്തിന്റെ ആ സിംഹാസനത്തിൽ നിന്ന് ആക്കാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധ മിഖായേലാണ് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തതും. അങ്ങനെ വിശുദ്ധ മിഖായേലിന്റെ ആ ഫൈറ്റിംഗ് ഒറ്റയെണ്ണം കൊണ്ടിട്ടാണ് നരകം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത്. അങ്ങനെ ഇവരിവിടെ ഫൈറ്റ് ചെയ്തപ്പം ലൂസിഫറിന് വേണ്ടുന്ന ഒരു രാജ്യമായിരുന്നു, ഒരു റൈമ്യോ എന്ന് ഇവിടെ ഇറ്റാലിയനിൽ പറയും. അപ്പൊ അതായിരുന്നു വേണ്ടത്. അപ്പൊ ദൈവത്തിന്റെ രാജ്യം ഏതായാലും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ പിശാചിന് വേണ്ടിയിട്ട് ലൂസിഫറിന് അവരുടെ കൂട്ടാളികൾക്ക്, ആ കൂട്ടത്തിൽ ആരൊക്കെയോ ചേർന്ന് ഈ പിതാവായ ദൈവത്തിനെതിരായി പ്രവർത്തിച്ച് അവരെല്ലാരും കൂടെ ഒരു രാജ്യം കൊടുത്തു. അതാണ് നരകം എന്ന് പറയുന്നത്. അപ്പം ഈ വിശുദ്ധ മിഖായേൽ കാരണമാണെന്ന് ഞാൻ പറയാം. കാരണം എന്ന് പറയുന്നത് ആ ഫൈറ്റ് ചെയ്ത് ആ ഡെലിവറൻസ്, ലിബറേഷൻ, അതുപോലെ തന്നെ ആ ഒരു കാര്യം ചെയ്തു സ്വർഗത്തെ മുഴുവനും ക്ലീൻ ആക്കി. അപ്പൊ അത് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇവർക്ക് വേണ്ടിയിട്ട് നരകം ഉണ്ടാക്കി അവരവിടെ പോയിരിക്കുന്നത്. പക്ഷെ ഈ നരകത്തിൽ കിടക്കുന്ന ഈ കക്ഷി നമ്മൾക്ക് എതിരായിട്ട് ജീവിക്കുന്ന ഓരോ ആത്മാവിനും എതിരായിട്ട് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. വചനം പറയുന്ന ബൈബിൾ ആരെ വിഴുങ്ങാമെന്ന് വിചാരിച്ച് നടക്കുന്നത് പോലെ സൈത്തൻ ലയൺ നടക്കുന്നത്, സിംഹം അലറിക്കൊണ്ട് നടക്കുന്ന നമുക്ക് ആരെ വിഴുങ്ങാന്നുകൊണ്ട് നടക്കുന്ന നമുക്ക് ഈ സൈത്തൻ ഇങ്ങനെ നടക്കുകയാണെന്നാണ് വചനം പറയുന്നത്. അപ്പൊ ഞാനും എല്ലാം ഈ വായിക്കകത്ത് ഉൾപ്പെടാതിരിക്കാനായിട്ടാണ് നമ്മൾ ഡെയിലി വിശുദ്ധ മിഖായേലിനെ പ്രാർത്ഥിക്കാനുള്ളത്. മിക്കവാറും പല മാസങ്ങളുടെ ശേഷം വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന അച്ഛന്മാർ തന്നെ ചൊല്ലി തീർന്നിട്ട് പോകുന്നുണ്ട്. പോളണ്ട് സിസ്റ്റർ ഫൗസ്റ്റീനയുടെ അവിടെ നിന്നുള്ള ആ മാസം, ചാപ്പലിൽ നിന്നുള്ള മാസം കഴിയുമ്പോൾ ആദ്യത്തെ സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിലെ മാസ് കപ്പഴെന്നുള്ളതിന് വിശുദ്ധ മിഖായേലിനോടുള്ള മാസ് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ഞാനും അതായിട്ട് ചൊല്ലുന്നുണ്ട്, പോളിഷിലാന്ന് മാത്രം. അപ്പം ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. മിറക്കിൾസ് ആൻഡ് ഹീലിങ്സിലെ ഗ്രൂപ്പുകാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ നിയോഗങ്ങൾ ഞാൻ ഈ മെസ്സേജ് ഇട്ട് കഴിയുമ്പം ഈ വിശുദ്ധ മിഖായേലിനെ സമർപ്പിച്ച് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എപ്പോഴും ഒരു വിശുദ്ധ മിഖായേലിന്റെ പടം നിങ്ങളുടെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. ഇവര് ചെറിയ ഫോട്ടോസ് ഇങ്ങനെ നമുക്ക് ഇത് തന്നെ ഒറിജിനലാണ്, ഇത് നമുക്ക് കൊണ്ടാകാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വിശുദ്ധ മിഖായേലിനെ ഞാൻ ഒരു ഉമ്മ കൊടുക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.